ഹലോ എവരിവൺ, ഞാൻ ഗൗതം തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ 2025 ഓൾ ഇന്ത്യ റാങ്ക് 426ഉം കേരളത്തിൽ 8ാമത്തെ പൊസിഷനും നേടാൻ സാധിച്ചു. ബെർലിനിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു കുട്ടിയുടെയും സ്വപ്നമാണല്ലോ വിക്ടറി ഡേയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഈ വരുന്ന ജൂലൈ 12 ശനിയാഴ്ച അങ്കമാലിയിലെ ആഡ്ലാക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ബെർലിൻ മെഡിക്കൽ വിക്ടറി ഡേയിൽ ഞാനും എന്റെ ഫാമിലിയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് കാണാം. കേരളം ഒന്നടങ്കം കാത്തിരുന്ന ദിവസം ബുർലൻഡ് മെഡിക്കൽ വിക്ടറി ഡേ ജൂലൈ 12 അങ്കമാലി അറ്റ്ലസ് സെന്ററിൽ. നീറ്റ് 2025 വിജയികളെ ആദരിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അണിനിരക്കാൻ പോകുന്നത്. ശ്രീ സുരേഷ് ഗോപി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരേപോലെ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രിയാണ് അദ്ദേഹം. ഒപ്പം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കേരള സർക്കാരിൽ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പി രാജി കേരള സർക്കാരിൽ നിയമം, വ്യവസായം, വാണിജ്യം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് ശ്രീ പി രാജി. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കേരള സർക്കാരിൽ കായികം, ഫിഷറീസ്, റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് വി അബ്ദുൾ റഹ്മാൻ. ഇവരോടൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളാണ് ബുർലൻഡ് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. So yes, എൻട്രൻസ് രംഗത്തെ ഒരേ ഒരു രാജാവ്, ദി വൺ ആൻഡ് ഓൺലി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ.